എടുക്കേ. ഈ കുന്തവും ചുമന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് മൊത്തം നടന്നതെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ മുഖത്തുനിന്ന് എക്സ്ട്രാ ചിരി ഉണ്ടല്ലേ, വേറെ ഒന്നുമില്ല. ഞാനിന്ന് ഒരാളെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. അറിയോ? നമ്മുടെ ഐഷുവിനെ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഐഷു ഉണ്ട്. ഐഷു 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലെ താമസിച്ചിരുന്നത്. അപ്പോൾ ഐഷു അവളുടെ PG പോയി. അപ്പോൾ എനിവേ ഞാൻ അവളെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതുവരെ ഐഷുവിനെ ഇങ്ങനെ ഞാൻ എന്താ പറയുക, കമ്മല്, മാല, ലിപ്സ്റ്റിക് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നല്ലാതെ ഒരു പ്രോപ്പർ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഐഷുവിന് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ എപ്പോഴും ഐഷുവിൻ്റെ ബർത്ത്ഡേക്ക് അവളിവിടെ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല. ഞങ്ങളിതുവരെ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ മീറ്റ് ചെയ്തില്ല. പോരാത്തന്നെ എല്ലാ വർഷവും ഞാൻ അവളുടെ ബർത്ത്ഡേ മറക്കുകയും ചെയ്യും. ഡിസംബറിലാണ് പോയി കഴിഞ്ഞിട്ട് 5-6 മാസമായി. ഇപ്രാവശ്യം ഐഷു നാട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഐഷുവിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ വന്ന 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ സാധനം ഇന്ന് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് റെഡി ആയിട്ട് ഐഷുവിൻ്റെ PG പോകണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് സാധനം പാക്ക് ചെയ്യണം, ഡ്രസ്സ് മാറ്റണം, മേക്കപ്പ് ചെയ്യണം, ഇറങ്ങണം. എന്നിട്ട് അവളുടെ കൂടെ കുറച്ചൊന്ന് അലച്ചിലായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ എനിക്ക് അവളുടെ റിയാക്ഷൻ കാണണം. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, കാരണം അവൾ എന്തായാലും ഗസ് ചെയ്യില്ല, ഉറപ്പായിട്ട് അവൾ ഗസ് ചെയ്യില്ല, ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെന്നേ ഗസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ഇതൊക്കെ പാക്ക് ചെയ്യട്ടെ, എന്നിട്ട് റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ബൈ ബൈ. സോ യെസ്, ഞാൻ റെഡിയായി. ഐഷുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഐറ്റം എൻ്റെ ബാഗിനകത്തുണ്ട്. ഞാനിത് ലാസ്റ്റേ കൊടുക്കുള്ളൂ കേട്ടോ. ഈ ഡേ ലാസ്റ്റാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോഴാണ് നമുക്ക് അവളുടെ റിയാക്ഷൻ പ്രോപ്പറായിട്ട് അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഐഷു എത്തട്ടെ. ഐഷു എത്തിയിട്ടാക്കാം. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഐഷു എത്തിയിട്ടുണ്ട്. കാത്തിരിപ്പുകൾക്ക് വിരാമം. ഐഷു എത്തി. അവൾ താഴെ ഉണ്ട്. ഞാൻ പോവാണ്. ഷൈഡമോൻസ് ബൈ ഏട്ടാ, മിസ് ചെയ്യൂ. കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് നമുക്ക് ഷൂസ് ഇടാം. ഓക്കെ. സോ നമ്മൾ ഓട്ടോയിൽ കയറി ഇന്ദ്രാനഗർ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അല്ലേ. 10,000 താഴെ ബഡ്ജറ്റും വെച്ചിട്ട് മെട്രോ സ്റ്റേഷനകത്ത് നമുക്ക് വീട് കിട്ടുന്ന വിചാരിച്ചുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹേറ്റ് ടു ബ്രേക്ക് ഇറ്റ് യു ഐഷു, പക്ഷേ ഇന്ദ്രാനഗർ ഇസ് വെരി എക്സ്പെൻസീവ്. അറിയാം, പോയി നോക്കാം നമുക്ക്. അല്ലതും കിട്ടി, അഥവാ ബിരിയാണി കൊടുക്കാൻ അറിയില്ല. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ ഇന്ദ്രാനഗർ. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഐഷുവിൻ്റെ PG കണ്ടുപിടിച്ചിട്ട് തിരിച്ചു കൊള്ളുന്നതാണ്. കഴിഞ്ഞ 15 മിനിറ്റ് അലച്ചിലിനൊടുവിൽ ഈ ഏരിയയിൽ PG ഒന്നുമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് കാണാൻ നല്ല രസമുണ്ട്. ചെല്ലു. അങ്ങനെ നമ്മളിത് അവിടെ ഒരു PG കണ്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വന്ന PG. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. എന്താണ് ഐഷു അഭിപ്രായം? കുറച്ചുകൂടി ഉറക്കെ പറയാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊന്നും കേൾക്കൂല. നിങ്ങൾ ആ PG കണ്ട് ഏകദേശം ഓക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് എന്നാലും അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഐഷുവിൻ്റെ ബഡ്ജറ്റ് 10K ആണ്, അവിടുത്തെ റെൻറ്റ് 15K ആണ്. നമുക്കറിയില്ല എന്താ അവസ്ഥയാണ്. ഫൈനലി PG ഫോർ ലേഡീസ് ബോർഡ് കണ്ടു. ഇതാണ് സ്ഥലം. ഐഷുവിൻ്റെ പോക്കറ്റ് കയറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. വണ്ടർഫുൾ സ്ഥലമായിരുന്നു. 2 ഷെയറിങ്ങിൻ്റെ റൂമിന് 16,800, 1 ഷെയറിങ്ങിൻ്റെ റൂമിന് 30,000 രൂപ. ദാറ്റ്സ് പ്രാക്ടിക്കലി ഞങ്ങളുടെ ഹൗസ് റെൻറ്റിൻ്റെ ഡബിൾ. പിന്നെ ഫുഡില്ല, വേണമെങ്കിൽ സ്വയമേ സാധനം മേടിച്ച് സ്വയമേ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ മുഞ്ചസ്യ. നമ്മൾ വരുന്ന വഴിക്ക് ഒരാൾ ഇവിടെ അടുത്ത സ്ട്രീറ്റിലൊരു PG ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ PG-ലെത്തിയതാണ്. സോ അങ്ങനെ ഐഷു അവളുടെ വീട് കണ്ടെത്തി. ആ ബെഡാണ് നമ്മൾ ഐഷുവിനെ നോക്കി വെച്ചിട്ടുള്ളത്. പിന്നെ വാഷ്റൂം ഉണ്ട്, കബോർഡ് ഉണ്ട്, പിന്നെ മർമ്മപ്രധാനമായിട്ട് കണ്ണാടിയുണ്ട്. 3 ഷെയറിങ്ങിന് റെൻറ്റ് വരുന്നത് 10,000 രൂപയാണ് ഒരാൾക്ക്. ആൻഡ് 3 നേരം ഭക്ഷണവും കിട്ടും. അപ്പോൾ അത് കുഴപ്പമില്ല, ഐഷുവിൻ്റെ ബഡ്ജറ്റിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചിട്ട് നമുക്ക് ഇറങ്ങാം, എന്നിട്ട് ഫുഡ് കഴിക്കാം. ഐഷു
കഴിഞ്ഞു. ഇനി വല്ലതും എനിക്ക് മേടിച്ചു തരുമോ? എന്റെ ജീവൻ വഴി നടന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിരിക്കും മെട്രോ. അല്ല, നേരെയാണ് മെട്രോ. ഞാൻ വഴി നോക്കും. ഇനി ഡൈവേർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. എൻ്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇനി മര്യാദ എനിക്ക് ഫുഡ് മേടിച്ചെന്നു. എനിക്ക് വിശക്കുന്നു. നമുക്കിനി ഇതിൻ്റെ മെട്രോൻ്റെ അടുത്ത് തന്നെ പോകാം. അതാകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ മെട്രോ കയറി നമുക്ക് ജയനഗർ പോയി ഇറങ്ങാം. ഓക്കെ, ജയനഗർ 4th ബ്ലോക്കിൽ ഇറങ്ങി. ആ എന്നിട്ട് അല്ല, അവിടെ സാധനങ്ങളൊക്കെ നല്ല ചീപ്പിൽ കുറേ കിട്ടുന്നൊരു മാർക്കറ്റാണ്. ഞാനതൊരു കണ്ടു. ജയനഗർ 4th ബ്ലോക്കിൽ നമുക്ക് പോയി ഇറങ്ങാം. എന്നിട്ട് നീ അവിടെ കറങ്ങി തിരിഞ്ഞിട്ട് പോര്. ഞാൻ ഓട്ടോ എടുത്ത് വീട്ടിൽ പോകും. സോ ഞങ്ങൾ ഫുഡ് അന്വേഷിച്ച് ഫൈനലി മെഗ്ഡിയിലെത്തി. ഐഷു കൈ വാഷ് ചെയ്യാൻ പോയിക്കാണ്. ഈ അവസരത്തിൽ ഞാൻ ഐഷുവിൻ്റെ ഗിഫ്റ്റ് എടുക്കാൻ പോകും. ഐഷുവിൻ്റെ ഗിഫ്റ്റ് റെഡിയാണ്. ഷി ഹാസ് നോ ഐഡിയ. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഐഷുവേ? നല്ല വിജി കിട്ടി. സന്തോഷമായോ? ഏ ഏ കട എന്താ അതൊക്കെ ചെയ്തു. എനിക്ക് ജ്വല്ലറി ഉണ്ടാവുന്ന ഓക്കെ അത്ര തുറക്കെ. പക്ഷെ ഇങ്ങനെ വെച്ച് തുറക്കണം. ഇങ്ങനെ വെച്ച് തുറക്കണം. ബാംഗിൾസോ ഇയറിംഗ് ഉണ്ടാവും. വിൽസി തുറക്കെ. ഇങ്ങനെ വെച്ച് തുറക്കണം. തീരെ വിചാരിച്ചില്ല കേട്ടോ. സർപ്രൈസ് ആയില്ലേ? പിന്നല്ലാണ്ട് ബാംഗിൾസ് ആണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. വെയിറ്റ് ചെയ്ത് ഇവിടെ എങ്ങനെ കയറി? ഇതിനെ മൊത്തത്തിൽ കയറി. എന്നാ അതെ വന്നു. ഇതെടുക്കാം. കുറച്ച് അടുത്തേക്ക് വെച്ച് എനിക്കിത് ആഹാ. എടുക്കേ. എന്താ പറയുക, ഭയങ്കര ഒരു ഡ്രീമായിരുന്നു എനിക്ക് ചെലവിൽ കിട്ടണം, ചെലവ് വേണം. സോ ഞാൻ എന്നോട് പറഞ്ഞിരുന്നു ഏതോ ബർത്ത്ഡേക്ക് 2 വർഷം മുന്നേ. അയ്യോ എത്ര ഐശിപ്പക്കറിയും. ഹാപ്പി അല്ലേ? ഈ കുന്തവും ചുമന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് മൊത്തം നടന്നതെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ആയാ മതി. പൈസ ഒക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ആയാ മതി. കുട്ടി ഇതേ കിലുക്കി കളിക്കുന്നു. ഭയങ്കര ഇഷ്ടമായി. സർപ്രൈസ് സക്സസ് ഫൈനലി. ഇനി എനിക്ക് വിശന്നിട്ട് വയ്യ. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇതാ നിന്റെ പ്രൈസ് കേട്ടോ. കുറേ ഉണ്ട്. സോ നമ്മൾ മാഗ്ഡിയിൽ നിന്ന് ഇറങ്ങി ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞങ്ങൾ കമ്മലുകൾ കണ്ടപ്പോൾ ഒരു മിനിറ്റ് ഞാൻ അതൊക്കെ ഇട്ട് നോക്കട്ടെ. ആ അവളതെല്ലാം ഇട്ട് നോക്കാൻ പോവാണ്. ഈ രണ്ടെണ്ണം എനിക്ക് നല്ല ഇഷ്ടമായി. വെരി പ്രിറ്റി. പക്ഷെ എനിക്ക് ചേരൂല. ദിസ് ഇസ് പ്രിറ്റി. ദൈവമേ എടുക്കും. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ മെട്രോയും കാത്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം മെജസ്റ്റിക്കിൽ പോയിട്ട് അവിടുന്ന് ലൈൻ മാറിക്കയറണം. പണിയാണ്, എഫേർട്ടാണ്. സാരല്ല, നല്ല ക്ഷീണിച്ചു. എനിക്ക് വീട് എത്തിയാൽ മതി. യെസ്, എത്തി. നമുക്ക് കയറാം. ഫൈനലി നമ്മൾ ബനശങ്കരി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. അയ്യോ ഞാൻ ഡെഡായി.
ഇനി നമുക്ക് വീട്ടിൽ പോകാൻ. ഞങ്ങളൊരു ആദ്യം ഓട്ടോ കിട്ടിയിട്ട് വേണം. ഓട്ടോ ഒന്നും അറിയില്ല. ആ ബുക്കി. ബൈ ഐഷു. പോവാം. അങ്ങനെ ഐഷു പോവുകയാണ്. ടാറ്റ. പോയിക്കോ. ഐഷു പോയി. ഇനി നമുക്കും പോവാം അല്ലേ. ഫൈനലി ഞാൻ വീടെത്തി. ഐഷു പോയി. മേലെത്തി. നല്ലൊരു ഭയങ്കര ടയേർഡായെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു. കാരണം ഐഷുവിൻ്റെ റിയാക്ഷൻ വാസ് പ്രൈസ്ലെസ്. എനിക്കറിയായിരുന്നു അവൾ സർപ്രൈസ് ആവുമെന്ന്. പിന്നെ അവൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യില്ലാന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്ര ഹാപ്പി ആവുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൾ എപ്പോഴും കുറേ മുന്നേ എന്നോട് പറഞ്ഞതാണ് അവൾക്കൊരു ചിലങ്ക വാങ്ങിക്കണം സ്വന്തമായിട്ട്. നീ എനിക്ക് ബർത്ത്ഡേക്ക് ചിലങ്ക വാങ്ങിച്ചാൽ. അപ്പം അവൾ തമാശ പോലെ പറഞ്ഞതാണ്. ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. എന്നിട്ട് പക്ഷേ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നവൾ വിചാരിക്കണില്ല. ഐഷു ഭയങ്കര സർപ്രൈസായി. സോ അത് കണ്ടപ്പോൾ എനിക്ക് അത്ര നേരം നടന്നതും അലഞ്ഞതും ഒക്കെ മറന്നു. എനിവേ നല്ലൊരു ദിവസമായിരുന്നു. ആൻഡ് ഐഷു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തോന്ന് ലെറ്റ് മീ നോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യൂ. ആൻഡ് ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ യെറ്റ് ആൻഡ് ഇഫ് യു ലൈക്ക് മൈ ചാനൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. Bye bye.